സന്നിധി തന്നിൽ നായക. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ വഴി നടത്തട്ടെ. നമുക്ക് ചിന്തിക്കുവാനുള്ളതായ ഭാഗം ആത്മീയ ദുർനടപ്പ്. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഇവിടെ ഇങ്ങനെ നമ്മോട് പറയുന്നു, രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഈ ഒരു വാക്യത്തിൽ നമ്മോട് വ്യക്തമായിട്ട് പറയുന്നത് രണ്ടാമത്തെ ദൂതന്റെ സന്ദേശത്തെക്കുറിച്ചാണ്. എന്നാൽ ഇവിടെ ബാബിലോൺ എന്ന് പറയുന്നതായ സാമ്രാജ്യത്തിന്റെ അധപതനത്തെക്കുറിച്ച് ഇവിടെ നമ്മോട് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ദൂതിൽ നമ്മോട് പറയുന്നത് ഒരു ക്രമാനുഗതമായ ഉദ്ദേശത്തെക്കുറിച്ചാണ്. ലോകമോഹങ്ങളിൽ വീണു പോകുന്നവർക്ക് അല്ലെങ്കിൽ സാത്താന്റെ കരങ്ങളിലേക്ക് വീണു പോകുന്നവർക്ക് വരുന്നതായ വീഴ്ചയെക്കുറിച്ചും, എന്നാൽ സാത്താന്റെ കരങ്ങളിൽ വീണു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വരുന്നതായ ഓരോ ദുരന്തത്തെക്കുറിച്ചും ഇവിടെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. മർമ്മം മഹതിയം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ബാബിലോണിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മ്ലേച്ഛതയുടെ മാതാവ് എന്ന് ബാബിലോണിനെ കുറിച്ച് നമ്മോട് പറയുന്നു. ഈ ബാബിലോണിൽ ഉണ്ടായിരുന്നതായ ഒരു മ്ലേച്ഛതയാണ് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം നമ്മെ സൂചിപ്പിക്കുന്നത്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നത് ബാബിലോൺ രാജാവായിരുന്നതായ ബേൽശസ്സർ രാജാവ് ദൈവത്തിന്റെ ആലയത്തിൽ തിരുവത്താഴത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ വിശുദ്ധ വസ്തുക്കൾ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭവനത്തിൽ കൊണ്ടുവരികയും തൻ്റെ ബന്ധുക്കളുമായും തൻ്റെ സുഹൃത്തുക്കളുമായും മദ്യസേവയും മറ്റ് കാര്യാദികളും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബിലോൺ രാജ്യം തകർന്നുപോയി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ബേൽശസ്സർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ബേൽശസ്സർ ഒരു കയ്യെഴുത്ത് കാണുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ആ കയ്യെഴുത്തിൽ ഇങ്ങനെ നമ്മോട് പറയുന്നു, മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. അവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നതിനാൽ നിന്റെ രാജ്യം മേദർക്കും പാർസികൾക്കും വിഭജിച്ചു കൊടുക്കും. അന്നേ ദിവസം രാത്രിയിൽ തന്നെ ബാബിലോൺ രാജ്യം അസ്തമിക്കുന്നതായിട്ടും ബേൽശസ്സർ ഈ ലോകത്തോട് വിട പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ബാബിലോൺ രാജ്യം വീണുപോയത്? അവിടെ നടന്നുകൊണ്ടിരുന്നതായ അസാൻമാർഗികമായ നിലപാടുകളും അസാൻമാർഗികമായ ചെയ്തികളും കാരണം ബാബിലോൺ രാജ്യം അസ്തമിച്ച് പോവുകയാണ്. ഇവിടെ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാൻ ബാബിലോൺ വീണുപോയി. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു കൂട്ടം ജനതയെ വാർത്തെടുക്കുകയും ചെയ്യുന്നതായ മനുഷ്യർക്ക് വരുന്നതായ വീഴ്ചയെക്കുറിച്ചാണ്. ഇന്ന് ഈ ഒരു ആധുനികതയുടെ കാലത്ത് സാത്താന്യ ആരാധനകൾ വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകളിൽ വേരൂന്നി വിശ്വസിക്കുന്ന ഏത് പ്രിയപ്പെട്ടവർക്കും ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവം ഒരു നാളും അനുവദിക്കുന്നതല്ല. എന്നാൽ ഇവിടെ തിരഞ്ഞെടുപ്പുകൾ നമ്മളുടെ തീരുമാനമായതിനാൽ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വഴി നടത്തും. നേരെ തിരിച്ച് സാത്താന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടെ ഇങ്ങനെ പറയുന്നു, തൻ്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഇവിടെ ബാബിലോൺ തകർന്നു പോയതുപോലെയാണ് ഇന്ന് ഓരോ മനുഷ്യരും തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുരൂപമായി നിലനിൽക്കുന്നവർക്ക് ദൈവം ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ദൈവത്തിന്റെ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 119-ന്റെ 105-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവത്തിന്റെ കൽപ്പനകളിൽ കൂടിയാണ് ദുർനടപ്പ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സാത്താന്റെ കെണികളിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നമ്മളുടെ പരീക്ഷകൻ അടുത്തു തന്നെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിടുതലുകൾ നേടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനെ നന്ദി അറിയിക്കുന്നു. ദൈവമേ, ഇന്നീ സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച വൻകൃപകൾക്കായി നന്ദി അർപ്പിക്കുന്നു. ദുർനടപ്പിനെ അങ്ങയുടെ കൽപ്പനകളാൽ തിരിച്ചറിഞ്ഞുകൊണ്ട്
അതിനെതിരെ നിൽക്കുവാനും അതിൽ അകപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ കണ്ടെത്തുവാനും അവരെ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിക്കുവാനും അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.